ഈ മുണ്ടക്കൈ ചൂരൽമല പ്രദേശത്തിലെ പ്രകൃതി ദുരന്തത്തിൽ പ്രധാനമന്ത്രി വന്നു പോയിട്ടും സഹായം തരിക ചെയ്തിട്ടില്ല. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അല്ല, വയനാട് സംഭവിച്ചത് ഇപ്പൊ ഇന്ത്യ രാജ്യം കണ്ട ഏറ്റവും വലിയ ഉരുൾപൊട്ടലാണ്. അപ്പൊ അതില് അതേ കാലയളവില് മറ്റുള്ള ചെറിയ എന്താ പറയാ, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ചെറുതായിട്ട് സംഭവിച്ച അവർക്കൊക്കെ അതിഭീമമായ സംഖ്യ കൊടുക്കുകയും നമ്മള് ഇവിടുന്ന് നമ്മളുടെ അതിൻ്റെ എല്ലാ രേഖകളും കൊടുത്തിട്ടും പ്രധാനമന്ത്രി ഇവിടെ വന്നു പോയിട്ടും നമ്മളെ തീർത്തും എല്ലാ കാര്യങ്ങളിലും അവഗണിക്കുന്ന പോലെ തന്നെ അവഗണിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അത് തന്നെയല്ല, നമുക്ക് കിട്ടേണ്ട GST വിഹിതങ്ങൾ, അതുപോലെ തന്നെ പിന്നെ റേഷൻ കടകളിലൂടെ നമ്മൾ വിതരണം ചെയ്യുന്ന ഭക്ഷ്യധാന്യങ്ങളുടെ സബ്സിഡി, പെൻഷൻ മേഖലയിൽ എടുത്ത് നോക്കുമ്പോൾ വളരെ തുച്ഛമായിട്ട് കേന്ദ്ര ഗവൺമെന്റ് വിഹിതം നമുക്ക് കിട്ടുന്നത്, അതും തരാതെ അതും പെൻഡിങ്ങിന് വെക്കുക. ഇങ്ങനെയുള്ള എല്ലാ രീതിയിലുള്ള അവഗണനയും ഇപ്പോഴും കേന്ദ്രം കേരളത്തോട് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന് തീർത്തും അതിനെതിരായിട്ട് ഒരു പ്രതിഷേധം ഉയർന്നു വരേണ്ടതുണ്ട്. അത് എല്ലാ ഇടതുപക്ഷ കക്ഷികളും നമ്മുടെ വലതുപക്ഷ കക്ഷികളായാലും എല്ലാവരും കൂട്ടമായിട്ട് സമരം ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. BJP കേന്ദ്ര നേതാക്കന്മാരും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരും നമ്മുടെ കേരളത്തിൽ ഇതിലും വലിയ പല ദുരന്തങ്ങളും വന്നപ്പോൾ കേരളത്തിന് എന്താണ് തന്നിട്ടുള്ളത്? 2018 നമുക്കെല്ലാവർക്കും അറിയുന്ന പ്രളയം വന്നു. അതിന് എന്താണ് നമ്മുടെ കേരളത്തിന് വേണ്ടി സഹായിച്ചിട്ടുള്ളത്? അതുപോലെ തന്നെ അത്തരത്തിലുള്ള പല ദുരന്തങ്ങൾ, നമുക്ക് അവസാനമായിട്ടുള്ള വയനാട് ദുരന്തം വന്നപ്പോഴും എന്താണ് കേന്ദ്ര നേതാക്കന്മാരും BJPയും നമ്മളെ കേരളത്തിന് ചെയ്തിട്ടുള്ളത്? കേന്ദ്രത്തിന്റെ പല ബഡ്ജറ്റുകളിൽ പോലും തൊഴിലാളികൾ എന്ന ഒരു വാക്ക് പോലുമില്ല. എന്നാൽ അതിൽ വൻകിട കോർപ്പറേറ്റുകൾക്കാണ് അവിടെയും സ്ഥാനം കൊടുക്കുന്നത്. ഉദാഹരണത്തിന് ടാക്സി മേഖലയിൽ വർക്ക് ചെയ്യുന്ന തൊഴിലാളികളെ കാര്യങ്ങൾ ഒരു ചെറിയ ഉദാഹരണമാണ്. റിന്യൂവലിന്റെ ചാർജ് അടക്കം കൂട്ടിക്കൊണ്ടുള്ളൊരു നിയമമാണ് കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ തൊഴിലാളികൾ, സാധാരണക്കാരാവുന്ന ടാക്സി ഡ്രൈവർമാരുടെ പല കാര്യങ്ങളിലും കേന്ദ്രത്തിൽ നിന്നുള്ള അവഗണനയാണ് ഉണ്ടായിട്ടുള്ളത്. ഈ കേരളം എന്ന സംസ്ഥാനവും ഇന്ത്യ രാജ്യത്ത് കേന്ദ്രം ഭരിക്കുന്ന BJPയുടെ ആ ഭരണകൂടത്തിലുള്ള ഒരു സംസ്ഥാനം കൂടിയാണ് ഈ കേരളം. എന്നാൽ പോലും പല കാര്യങ്ങളിലും വലിയ അവഗണനയാണ് കേരളത്തിന് നേരെ ഉണ്ടാകുന്നത്. ഞങ്ങളെപ്പോലെയുള്ള സാധാരണ ഈ ഓട്ടോ ഓടിച്ച് ജീവിക്കുന്ന തൊഴിലാളികൾ പോലും അവരിൽ ഒരു ദിവസം കിട്ടുന്ന ഒരു വിഹിതം നമ്മുടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് മാറ്റിവെച്ചപ്പോഴും ഈ കേന്ദ്രവും കേന്ദ്ര സർക്കാരും അതുപോലെ തന്നെ കേരളത്തിലുള്ള BJPയുടെ നേതാക്കന്മാരും പോലും മുഖം തിരിച്ചുകൊണ്ടുള്ള ഒരു കുപ്രചരണമായിട്ടാണ് നമ്മുടെ കേരളത്തിന് നേരിട്ട് ഉണ്ടായിട്ടുള്ളത്. പ്രധാനമന്ത്രി ഇപ്പോൾ വയനാട് വന്ന് പോയിക്കാണ് 4 ഫോട്ടോ എടുത്ത് പോയെന്നല്ലാതെ അവിടെ ദുരന്തം അനുഭവിക്കുന്ന ആൾക്കാർക്ക് എന്താ ഉണ്ടായത്? വയനാട് എന്താ ഇന്ത്യയിലല്ലേ? അത് ദുരന്തം അനുഭവിച്ച ആളുകൾക്ക് കിട്ടേണ്ട വിഹിതം കേന്ദ്രത്തിൽ നിന്ന് കിട്ടേണ്ടത് എത്രയും പെട്ടെന്ന് അനുവദിച്ചിട്ട് അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യാമെന്നാണ് എൻ്റെ ഒരു എളിയ അഭിപ്രായം. ഇത്രയും വലിയൊരു സംഭവം നടന്നിട്ട് ഒരു കാശ് പോലും കൊടുത്തില്ല എന്ന് പറയുമ്പോൾ നമുക്ക് സങ്കടം തോന്നും. അതായത് ഇതൊരു ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിച്ചിട്ട് പാവങ്ങൾക്ക് കിട്ടേണ്ട എത്രയാ കാശ് എന്ന് വെച്ചാൽ എത്ര കൊടുത്താലും അവർക്ക് മതിയാവുക. അത് കേന്ദ്ര സർക്കാർ കൊടുത്തേ പറ്റൂ. അതെൻ്റെ അഭിപ്രായം. കേരളം കണ്ട ഏറ്റവും വലിയൊരു മഹാദുരന്തമാണ് 4 മാസങ്ങൾക്ക് മുൻപ് വയനാട് സംഭവിച്ചത്. ചൂരൽമല, മുണ്ടക്കൈ പ്രദേശങ്ങളിലെ ലാൻഡ് സ്ലൈഡിൽ മരണപ്പെട്ടത് ഏകദേശം 500-ലധികം ആളുകളാണ്. ഇത്രയും വലിയൊരു മഹാദുരന്തം കേരളത്തിൽ സംഭവിച്ചിട്ടും അതിനെതിരെ കണ്ണടക്കിയാണ് ഇന്നത്തെ കേന്ദ്ര സർക്കാർ ചെയ്യുന്നത്. അതിനൊരു ഒരു ദേശീയ ദുരന്തമായി കണക്കാക്കേണ്ടതില്ലെന്നാണ് കേന്ദ്ര സർക്കാരിൻ്റെ നടപടി. ഈ ദുരന്തമുണ്ടായ സമയത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി അടക്കം ഇവിടെ കേരളത്തിൽ വയനാട്ടിലെത്തുകയും അവിടുത്തെ ദുരിതബാധിതരെ നേരിട്ട് കാണുകയും അവർക്ക് എല്ലാവിധ സഹായങ്ങളും നൽകാമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തതാണ്. എന്നാൽ
ഇതിനൊക്കെ ശേഷം ഇത്രയും കാലം കഴിഞ്ഞിട്ട് ഇവിടെ കേന്ദ്ര സർക്കാർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കേണ്ട ആവശ്യമില്ല എന്നും അതിന് അത്രമാത്രം വ്യാപ്തി ഈ ദുരന്തത്തിനില്ല എന്നുള്ളതുമാണ്. ഇത് തീർച്ചയായും അവിടെയുള്ള ജനങ്ങളോട് കാണിക്കുന്ന കടുത്ത വഞ്ചനയാണ്, അല്ലെങ്കിൽ അവിടുത്തെ ജനങ്ങളോട് കാണിക്കുന്ന ജനവിരുദ്ധമായ കേന്ദ്ര സർക്കാരിൻ്റെ നയമാണ്. ഇതിനെതിരെ ശക്തമായി പ്രതിഷേധിക്കണമെന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. വയനാട് ദുരന്തം ഉണ്ടായപ്പോ അവിടെ കുറെ കുട്ടികൾക്ക് എന്താ പറയാ അച്ഛനെയും അമ്മേനെയൊക്കെ നഷ്ടപ്പെട്ട് കുറെ ആൾക്കാർ അനാഥരായി, സ്കൂളിൽ പോകാൻ പറ്റാത്ത അവസ്ഥയായി, പഠനോപകരണങ്ങളൊക്കെ നഷ്ടപ്പെട്ടു. വല്ലാത്തൊരവസ്ഥയായിരുന്നല്ലോ. അപ്പോൾ അങ്ങനെ സമയത്താണ് അവിടെ പ്രധാനമന്ത്രി വരുന്നത്. അങ്ങനെ വന്ന സമയത്ത് എല്ലാവരും സ്വാഭാവികമായിട്ടും കരുതിയത് പ്രധാനമന്ത്രി വന്നോടെ കുട്ടികളെ ആശ്വസിപ്പിക്കുന്ന ഫോട്ടോകളും വീഡിയോകളൊക്കെ പുറത്തു വന്നു. അപ്പോൾ കരുതിയിരുന്നത് ഇനിയെങ്കിലും കേന്ദ്ര സഹായം നമുക്ക് കിട്ടുന്നുള്ളതാണ്. പക്ഷേ ഇപ്പോഴും ആ കുട്ടികൾക്ക് ഒരു പെൻസിൽ വാങ്ങിക്കുമ്പോഴുള്ള പൈസ നമുക്ക് കേന്ദ്രത്തിൽ നിന്ന് അനുവദിച്ച് കിട്ടിയിട്ടില്ല. ഇത് തീർച്ചയായിട്ടും അവസാനിക്കേണ്ടതാണ്. കുട്ടികൾക്കുള്ള സഹായം എത്രയും പെട്ടെന്ന് തന്നെ എത്തിക്കണം എന്നുള്ളതാണ് പറയാനായിട്ടുള്ളത്. ഇന്ത്യ ഒരു ജനാധിപത്യ രാഷ്ട്രമാണെന്നാണ് എൻ്റെ വിശ്വാസം. ഈ ജനാധിപത്യ രാഷ്ട്രത്തിന്റെ പ്രധാനമന്ത്രിയല്ലേ താങ്കൾ? സാർ, താങ്കൾ എന്താണ് വയനാടിന് വേണ്ടി നൽകിയിട്ടുള്ളത്? കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും ഹൃദയഭേദകമായ രംഗങ്ങളിലൂടെയാണ് വയനാട് കടന്നു വന്നത്. താങ്കൾ എന്താണ് വയനാടിന് വേണ്ടി ചെയ്തത്? വയനാട് ഇന്ത്യയിലല്ലേ? വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് മോദി ഗവൺമെന്റ് കേരളത്തെ അവഗണിച്ചതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് അത് രാഷ്ട്രീയം തന്നെയാണ്. മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയെ ഊട്ടി ഉറപ്പിക്കുന്ന ഇന്ത്യ മഹാരാജ്യത്ത് അതിനെ എതിർക്കുന്ന ഒരു പച്ച തുരുത്തായി അവശേഷിക്കുന്ന കേരളത്തെ എങ്ങനെയും ദ്രോഹിക്കുക എന്നുള്ള അവരുടെ ഒരു ലക്ഷ്യത്തിന്റെ ഭാഗം മാത്രമായിട്ട് ഞാനതിനെ കാണുന്നുള്ളൂ. പിന്നെ വയനാട് സന്ദർശിക്കുക എന്നുള്ളത് ലോകം മുഴുവൻ കറങ്ങി നടന്ന നരേന്ദ്രമോദിക്ക് ഇന്ത്യയുടെ ടൂറിസം മാപ്പിൽ ഇടം പിടിച്ച വയനാടൊന്ന് കാണാൻ ഈ ചെലവിൽ അതോടെ പോയി നടന്നു പോയിക്കോട്ടെ എന്നുള്ള ഒരു ദുരുദ്ദേശത്തോടു കൂടി എന്ന് വേണമെങ്കിൽ പറയാം വന്നുപോയി എന്നുള്ളതിൽ കഴിഞ്ഞ് കേരളത്തെ സഹായിക്കുക എന്നുള്ള ഒരു മാനസിക നിലയിലൊന്നും അല്ല നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഇവിടെ വന്നു പോയത് എന്നാണ് എൻ്റെ അഭിപ്രായം. വയനാട് പ്രധാനമന്ത്രി വന്നത് PR വർക്കിനാണെന്ന് എല്ലാവരും പറയുന്നുണ്ടല്ലോ, എന്താ നിങ്ങളെ അഭിപ്രായം? എന്റെ അഭിപ്രായത്തിൽ എന്തായാലും ആള് PR വർക്കിനാ വന്നത്. അന്നാ പ്രകൃതി ദുരന്തം ഉണ്ടായിട്ട് ഹോസ്പിറ്റലില് നമ്മളെ ചെറിയ കുട്ടികളൊക്കെ പിന്നെ താലോലിക്കുന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കേരളത്തിന് ഒരുപാട് ആനുകൂല്യങ്ങളും തരും. ഈ പ്രകൃതി ദുരന്തത്തിൽ രക്ഷപ്പെടാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടാക്കുമെന്ന് കരുതി കേന്ദ്ര സർക്കാരിൻ്റെ വക ഒരുപാട് സഹായങ്ങൾ ഉണ്ടാവുമെന്ന് കരുതി. പക്ഷേങ്കിൽ മഹാരാഷ്ട്ര പോലുള്ള സംസ്ഥാനങ്ങളിൽ 1400 സംതിങ് കോടിയും പിന്നെ ആന്ധ്ര, ആസാം, തെലുങ്കാന ഇങ്ങനെയുള്ള സംസ്ഥാനങ്ങൾക്കൊക്കെ ഒരുപാട് കോടികൾ പ്രകൃതി ദുരന്തത്തിൽ കൊടുത്തിട്ടും നമ്മളെ കേരളത്തിന് മാത്രം ഒന്നും തരുന്നില്ല. കേരളം മാത്രം എന്തോ ഇന്ത്യയിൽ അല്ലാത്ത പോലെയുള്ള ഒരു അവഗണനയാണ് ഉണ്ടായിട്ടുള്ളത്. തീർച്ചയായിട്ടും മോഡി അന്ന് വന്നത് ഒരു PR വർക്കിന്റെ ഭാഗമായിട്ടാണ്. അതാണ് എൻ്റെ അഭിപ്രായം. ജനാധിപത്യ ഇന്ത്യയിലെ ഭരണവർഗം നരേന്ദ്രമോദി നയിക്കുന്ന RSS BJP സർക്കാർ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും ഒരേ പരിഗണന നൽകേണ്ടതല്ലേ? അല്ലെങ്കിൽ കേരളത്തെ ഇന്ത്യയിൽ നിന്നും പുറത്താക്കിയോ? മറുപടി പറയണം. കേരളത്തിലെ ഏത് കൊച്ചുകുട്ടിയാണെങ്കിലും വളരെ വിഷമിക്കുന്ന ഒരു അവസ്ഥയിലൂടെയാണ് ഈ നരേന്ദ്രമോദി സർക്കാർ കേരളത്തിൽ നൽകിയ സംഭാവനകളെ കുറിച്ച് ഓർക്കുന്നത്. കാരണം മനസാക്ഷി വിങ്ങുന്ന ഓരോ ജനങ്ങളും, ഓരോ കൊച്ചുകുട്ടിയും ആ വയനാട് റീബിൽഡ് പരിപാടിയിൽ വളരെ അനുഭാവപൂർവ്വം പങ്കെടുത്തപ്പോൾ കേന്ദ്രം ഭരിക്കുന്ന BJP സർക്കാർ കേരളത്തെ വഞ്ചിക്കുകയാണ് ചെയ്തത്. ഇതിനെതിരെ ജനങ്ങൾ പ്രതികരിക്കേണ്ടത് അത്യാവശ്യമാണ്. വയനാട് പുനർനിർമ്മാണത്തിനായി നമുക്ക് കൈകോർക്കാം. കേരളത്തിൽ എത്ര സംസ്ഥാനം ഉണ്ടെന്നും പോലും അതുപോലെ വയനാട്ടിൽ എത്ര പഞ്ചായത്തുണ്ടെന്നും പോലും അറിയാത്ത ഒരാളെ കേന്ദ്രമന്ത്രിയാക്കിയ കേന്ദ്ര സർക്കാരിനെതിരെ എന്താണ് പറയാ വെച്ചാൽ അത്രയും വിവരമില്ലാത്തവരെ സ്ഥാനമാനങ്ങൾ കൊടുത്തിട്ട് അവിടെ എത്ര വാർഡുണ്ട് എന്ന് പോലും ശ്രീമാൻ മുരളീധരൻ അറിയില്ല. അപ്പൊ അങ്ങനെയുള്ള ആളുകളെ ഓരോ സ്ഥാനമാനങ്ങൾ കൊടുത്തിട്ട് ഇങ്ങനെയുള്ള വിഡ്ഢിത്തങ്ങൾ വിളിച്ചു പറയാതെ നല്ലതായ കാര്യങ്ങൾ ആ പാവപ്പെട്ടവർക്ക് എന്താണ് സഹായം വേണ്ടത് അതിനനുസരിച്ചുള്ള പ്രവർത്തനവും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണമെന്നും അതേപോലെ അതൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നും ആണ് നമുക്ക് പറയാനുള്ളത്. നമ്മുടെ അഭിപ്രായം.